ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്മരിപ്പൂവിൻ്റെ പുതിയൊരു എപ്പിസോഡ് വീഡിയോയിലേക്ക് സ്വാഗതം. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നമ്മുടെ രേവതിയും സച്ചിയും പണിയാൻ പോകുന്ന പുതിയ വീടിനെ കുറിച്ചുള്ള ഓരോരോ സ്വപ്നങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് നീലിമ ഫോണിലേക്ക് വിളിക്കുന്നത് കേട്ടോ. നീലിമ വിളിച്ചതിന് ശേഷം താനിപ്പോൾ ബാംഗ്ലൂരിലാണെന്നും നാളെ 7:30 എയർപോർട്ടിൽ വരുന്ന സമയത്ത് അവിടെ നിന്ന് പിക്ക് ചെയ്യാൻ വരുമോ എന്നൊക്കെ ചോദിച്ചാണ് വിളിക്കുന്നത്. സച്ചി വരാമെന്നൊക്കെ പറഞ്ഞ് കോൾ കട്ട് ചെയ്യുന്ന സമയത്ത് രേവതി പറയുന്നുണ്ട്, നാളെ രാവിലെ ഓട്ടം പോകണ്ടല്ലേ സച്ചിയെന്ന്, നമുക്ക് പോയി കിടക്കാമെന്ന് പറയുമ്പോൾ ഇപ്പം കിടക്കേണ്ട കാര്യമൊന്നുമില്ല, എനിക്ക് നിന്നോട് കുറേ കാര്യങ്ങൾ പറയാനുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് രേവതിനെ ചേർത്ത് നിർത്തിക്കൊണ്ട് തന്നെ സച്ചി ഒരുപാട് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. പിന്നീട് കാണിക്കുന്നത് പിറ്റേന്ന് നേരം പുലരുമ്പോൾ തന്നെ രവി വാക്കിങ്ങിന് പോകുന്ന അതേ കൂട്ടത്തിൽ തന്നെ ചന്ദ്രയും പോകുന്നുണ്ട്. രവി ചോദിക്കുന്നുണ്ട്, വീട്ടിലായിരുന്ന സമയത്ത് പല തവണകളിൽ നിന്ന് ഞാൻ വിളിച്ചിട്ട് നീ വന്നിട്ടില്ല, ഇവിടെ വന്നപ്പോൾ എന്താ പ്രത്യേകത എന്ന് ചോദിക്കുന്ന സമയത്ത് ഇത് പണക്കാരിടയ്ക്കിടെ നമ്മൾ നടക്കുന്നത്, അതുകൊണ്ട് തന്നെ അതിൻ്റേതായ ഗെറ്റപ്പ് ഉണ്ടാവും, വീട്ടിലാകുമ്പോൾ അപ്പടി മഞ്ഞും പുകയും പൊടിയൊക്കെയാണ്, അതെനിക്ക് അലർജി വരുത്തും, പക്ഷേ ഇവിടെ എനിക്ക് യാതൊരുവിധ പ്രശ്നവുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സുതി മേടിച്ച വീടിനെക്കുറിച്ചും അതിൻ്റെ ചുറ്റുപാടിനെക്കുറിച്ചും ഒക്കെ പൊങ്ങച്ച വർത്താനം പറഞ്ഞുകൊണ്ട് കിടക്കുകയാണ് നമ്മുടെ ചന്ദ്ര. ഈ ഒരു സമയത്ത് രവി പറയുന്നുണ്ട്, എന്തായാലും ചന്ദ്രേ നീ കുറച്ചൊക്കെ കുറക്കുന്നതായിരിക്കും നല്ലത്, ഒരുപാട് തലയിൽ പൊക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ദുഃഖിക്കേണ്ടി വരുമെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ചന്ദ്ര അതൊന്നും തന്നെ കാര്യമാക്കുന്നില്ല. അങ്ങനെ ഇവർ സംസാരിച്ച് കുറച്ച് മുന്നോട്ട് പോകുന്ന സമയത്താണ് കരുക്ക് വെക്കുന്ന ഒരു സ്ഥലത്തില്ല എന്നിട്ട് അവിടെ ചെല്ലുന്ന സമയത്ത് രവി പറയുന്നു, നിനക്ക് കരുക്ക് വേണോ ചന്ദ്ര എന്ന് ചോദിക്കുന്ന സമയത്ത് എനിക്കൊരു കരുക്കും വേണ്ട എന്നും പറഞ്ഞിട്ട് ചന്ദ്ര അവിടെ നിന്ന് പിണങ്ങി പോകുന്നുണ്ട്. രവി ചെന്ന് കരുക്ക് മേടിക്കുന്ന സമയത്ത് ഈ കരുക്ക് വിൽക്കുന്ന ആൾ ചോദിക്കുന്നത്, സാറിന് ആദ്യമായിട്ടുള്ള ഇവിടെ കാണുന്ന സാർ എവിടുത്തുകാരനാണെന്ന് ചോദിക്കുമ്പോഴത്തേക്കും അങ്ങേയറ്റത്തൊരു പുതിയ വീടില്ല, ഒരു മലയുടെ മുകളിൽ, ആ വീട് എൻ്റെ മകൻ മേടിച്ച വീടാണ്, വിശ്വനാഥൻ എന്ന് പറഞ്ഞ ആളുടെ വീടാണെന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഇദ്ദേഹം ഒരു നിമിഷം സ്തംഭിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം രവിക്ക് കരിക്കൊക്കെ വെട്ടിക്കൊടുത്തിട്ട് കരിക്ക് കുടിക്കുന്നതിനിടയിൽ തന്നെ രവി പറയുന്നുണ്ട്, ഞാൻ ഇവിടെ സ്ഥിരം ഉണ്ടാവും, അതുകൊണ്ട് തന്നെ കരിക്കിന് ഇനി വരുന്ന ദിവസങ്ങളെല്ലാം തന്നെ വില കുറച്ച് തരണം കേട്ടോ എന്നൊക്കെ തമാശ രൂപേണ പറഞ്ഞിട്ട് രവി അവിടെ നിന്ന് പോകുന്നുണ്ട്. രവി പോയ തൊട്ട് പുറകെ തന്നെ നമ്മുടെ ഈ കരിക്ക് വെക്കുന്ന ആൾ ഈ ഒരു വീടിൻ്റെ യഥാർത്ഥ ഓണറെ വിളിച്ചതിന് ശേഷം സാർ ഒരു പ്രശ്നമുണ്ട് എന്ന് പറയാണ് കേട്ടോ. അതിനുശേഷം കാണിക്കുന്നത് സച്ചിൻ നീലിമയെ എയർപോർട്ടിൽ നിന്ന് പിക്ക് ചെയ്ത് തിരികെ കൊണ്ടുവരുന്ന വഴിക്ക് തന്നെ ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്, രേവതിയുടെ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ തന്നെ സച്ചി ചോദിക്കുകയാണ്, മേഡം എന്താണ് മേഡം വിവാഹം കഴിക്കാത്തതെന്ന് ചോദിക്കുന്ന സമയത്ത് ഒരു നിമിഷം നീലിമ മിണ്ടാതിരിക്കുകയാണ്. അതിന് ശേഷം പറയുന്നത്, എനിക്ക് തോന്നിയില്ല, അതുകൊണ്ട് ഞാൻ വിവാഹം കഴിച്ചില്ല. എന്തായാലും സച്ചി, ഞാനിപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നത് ഒരു ഫ്ലാറ്റ് മേടിച്ചിട്ടുണ്ട്, ആ ഒരു ഫ്ലാറ്റിൻ്റെ രജിസ്ട്രേഷന് വേണ്ടിയിട്ട് വന്നതാണെന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഫ്ലാറ്റ് മേടിച്ചെന്നോ മേഡം നാട്ടിലില്ല, പിന്നെ എന്തിന് ഫ്ലാറ്റ് മേടിച്ച് വെച്ചിരിക്കുന്നതെന്ന് ചോദിക്കുന്ന സമയത്ത് അല്ല ഫ്ലാറ്റ് വാടകയ്ക്ക് കൊടുക്കാറ്, അത് നമുക്കൊരു വരുമാനമല്ലേ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് സച്ചി പറയുന്നുണ്ട്, പലരും അതെ കടം മേടിച്ചിട്ടാണ് ഫ്ലാറ്റും വീടുകളൊക്കെ മേടിച്ച് മറിച്ച് കൊടുക്കുന്നത്, എന്നിട്ട് ജീവിതകാലം മുഴുവനും കഷ്ടപ്പെടും. എൻ്റെ വീട്ടിലും എൻ്റെ ചേട്ടനുണ്ട്, അവനൊരു വീട് മേടിച്ചിട്ടുണ്ട്, അവൻ്റെ കയ്യിൽ ആകെ ഇപ്പോഴും 30 ലക്ഷം രൂപയാണ്, ബാക്കി പൈസ കടം മേടിക്കാനാണ് അവൻ ഒരുങ്ങി നിൽക്കുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് സച്ചി സുധിയുടെ ഓരോരോ കാര്യങ്ങളൊക്കെ പറയാം കേട്ടോ. ഈ ഒരു സമയം തന്നെ നീലിമ പറയുന്നുണ്ട്, കഴിഞ്ഞ തവണ ഞാൻ വന്ന സമയത്ത് രജിസ്ട്രേഷൻ വരെ എത്തിയതായിരുന്നു, പക്ഷേ 2 ഫ്രോഡുകൾ ചേർന്ന് എൻ്റെ 50 ലക്ഷം രൂപ തട്ടിക്കൊണ്ട് പോയി എന്നൊക്കെ പറയുമ്പോഴത്തേക്കും 50 ലക്ഷം രൂപയാണ് ആരാമ്മയുടെ തട്ടിക്കൊണ്ട് പോയത്, അവരെന്നെ കാണിച്ചതാ, ഞാൻ അവർ നല്ല രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യാമെന്നൊക്കെ സച്ചി പറയുമ്പോഴത്തേക്ക് സച്ചി കൊട്ടേഷനൊക്കെ എടുക്കുമെന്ന് നീലിമ ചോദിക്കുന്നുണ്ട്. അങ്ങനെയുള്ള പണിക്കൊന്നും ഞാൻ പോകാറില്ല, പക്ഷേ തെറ്റ് കണ്ടാൽ തീർച്ചയായിട്ടും ഞാൻ അവൻ്റെ കെട്ട് 2 പൊട്ടിച്ചിരിക്കുമെന്ന് സച്ചി മറുപടി പറയുന്നുണ്ട്. അതിനുശേഷം നീലിമയോടായിട്ട് ആരാണ് ആളെന്നൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിലും നീലിമ പറയണം, എന്തായാലും അതേക്കുറിച്ച് ഇപ്പം നമുക്ക് വിട്ടുകളയാ സച്ചിന്, ഇപ്പം അതേക്കുറിച്ച് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല എന്നൊക്കെ പറഞ്ഞതിന് ശേഷം ഇവർ നേരെ പോകുന്നത് രജിസ്ട്രേഷൻ ഓഫീസിലേക്കാണ്. അതായത് നമ്മുടെ നീലിമ പുതിയ ഫ്ലാറ്റൊക്കെ മേടിക്കാൻ തുടങ്ങുള്ള ആ ഒരു രജിസ്ട്രേഷൻ്റെ കാര്യങ്ങൾ സംസാരിക്കാനായിട്ട് രജിസ്ട്രേഷൻ ഓഫീസിലേക്കായിട്ട് ചെല്ലുന്നുണ്ട്. അതേസമയം തന്നെയാണ് സുധിയും ആനന്ദിനെയും കൂട്ടിക്കൊണ്ട് താങ്കൾ മേടിക്കാനുള്ള പുതിയ വില്ലയെക്കുറിച്ചുള്ള രജിസ്ട്രേഷൻ്റെ കാര്യങ്ങളും പറ്റി ചോദിക്കാനായിട്ട് അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ സച്ചിനെ കാണുമ്പോൾ തന്നെ ആനന്ദ് പറയുന്നുണ്ട്, നീ നിൻ്റെ അനിയനെ കൂട്ടിക്കൊണ്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് ചോദിക്കുമ്പോൾ അനിയനോ, ഞാൻ അവനെ ഇങ്ങോട്ടേക്ക് വിളിച്ചിട്ടില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. ആനന്ദ് ആ ഒരു നേരത്താണ് സച്ചിയെ കാണിച്ചു കൊടുക്കുന്നത് കേട്ടോ. പെട്ടെന്ന് തന്നെ ആനന്ദ് സച്ചിയെ വിളിക്കുകയും ചെയ്യുന്നുണ്ട്. ഇവരെ കാണുമ്പോൾ തന്നെ സച്ചി വന്നിട്ട് ഇവിടെ എന്താണെന്ന് ചോദിക്കുന്ന സമയത്ത് ഞാനൊരു പുതിയ വില്ല മേടിച്ചില്ല, അതിൻ്റെ രജിസ്ട്രേഷനായിട്ട് വന്നതാണ്, നിങ്ങളെക്കൊണ്ടും എന്നെക്കൊണ്ട് സഹായിക്കാനും പറ്റില്ല, നിങ്ങളോട് സംസാരിച്ചില്ല, ഞാൻ ആ ഒരു വീട് മേടിച്ച് കഴിയുമ്പോൾ കണ്ടോ, നിങ്ങൾ ആ ഒരു വീടിൻ്റെ പരിസരത്ത് പോലും വന്നു പോകരുത്, എൻ്റെ ഏട്ടൻ മേടിച്ച് 3 കോടി രൂപയുടെ വീടാണെന്നും പറഞ്ഞുകൊണ്ട് ആരോട് പറഞ്ഞു നടക്കാൻ തുടങ്ങരുതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് സുധി ഭയങ്കര പൊങ്ങച്ച വർത്തമാനം പറയുമ്പം നീ പോടാ എന്ന് പറഞ്ഞുകൊണ്ട് സുധീനെ അവിടെ നിന്ന് പറഞ്ഞു വിടാണ്ട് സച്ചി. സുധിയും അകത്തേക്ക് ചെന്ന് രജിസ്ട്രേഷൻ ഓഫീസിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന അതേ സമയത്താണ് നീലിമ അങ്ങോട്ടേക്ക് വരുന്നത്. നീലിമ ഇരുവരെയും കാണുമ്പോൾ തന്നെ ദേഷ്യത്തോടു കൂടി തന്നെ പുറത്തേക്ക് ഇറങ്ങി പോകട്ടെ. എന്നാൽ ശ്രുതിയും നീലിമയോട്ട് കാണുന്നില്ല.
നീലിമ ദേഷ്യപ്പെട്ട് വരുന്ന കാണുമ്പോൾ തന്നെ സച്ചി കാര്യം തിരക്കുന്നുണ്ട്. ഞാൻ ആരെയാണോ കാണരുതെന്ന് ഉദ്ദേശിച്ച് അവർ ആ 2 ഫ്രോഡുകൾ അതിന് ഉള്ളിലുണ്ട്, സച്ചി വേഗം വായെന്നും പറഞ്ഞുകൊണ്ട് നീലിമ വളരെയധികം ദേഷ്യത്തോടെ തന്നെയാണ് കാറിലേക്ക് കയറിയിരിക്കുന്നത്. കാറ് കയറിയിരിക്കുന്ന സമയത്തും നീലിമ പ്രത്യേകിച്ച് ഒന്നും തന്നെ പറയുന്നില്ല കേട്ടോ. വീട്ടിലെത്തിയതിന് ശേഷം സച്ചി പറയുന്നുണ്ട് മേഡത്തിൻ്റെ വീട്ടിലെത്തിയെന്നും പറയുകയും വണ്ടിയിൽ നിന്ന് ഇറങ്ങി വരുന്ന നീലിമ സച്ചിക്കുള്ള പൈസ കൊടുത്തിട്ട് വേഗം തന്നെ റൂമിനകത്തേക്ക് കയറി പോവുകയും ചെയ്യുന്നുണ്ട്. ആ ഒരു സമയത്താണ് സച്ചിക്ക് കോള് വരുന്നത്. കോള് എടുക്കുന്നതിൻ്റെ സമയത്താണ് സച്ചി പറയുന്നത്, ഞാനിപ്പോൾ താമസിക്കുന്നത് എൻ്റെ ഏട്ടൻ മേടിച്ച് പുതിയ വീട്ടിലാണ്, അവിടെ കിടന്നിട്ട് ഉറക്കമൊന്നും ശരിയാവുന്നില്ല, എടാ ഞാൻ സ്റ്റാൻഡിലേക്ക് വരുമ്പോൾ ബാക്കി കാര്യങ്ങൾ പറയാമെന്ന് പറഞ്ഞുകൊണ്ട് കോള് കട്ട് ചെയ്യുന്ന സമയത്താണ് നീലിമ തിരികെ വന്നിട്ട് തൻ്റെ ഫയൽ എടുക്കാൻ മറന്നുപോയി എന്ന് പറഞ്ഞുകൊണ്ട് കാറിൽ നിന്ന് ഫയൽ എടുക്കുന്നുണ്ട്. ആ ഒരു സമയം തന്നെ പറയുന്നുണ്ട്, സച്ചി പോകരുത്, ഞാനൊരു സാധനം കൊണ്ട് സച്ചിക്ക് തരാമെന്നും പറഞ്ഞുകൊണ്ട് അകത്തേക്ക് ചെന്നതിന് ശേഷം കൂളിംഗ് ഗ്ലാസ് എടുത്തുകൊണ്ട് വന്നിട്ട് സച്ചി കൊടുക്കുന്നുണ്ട്. സച്ചിക്ക് വേണ്ടി താൻ മേടിച്ചതാണെന്നൊക്കെ പറയുന്ന കൊടുത്തതിന് രേവതിക്ക് മേടിച്ചിട്ടുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് മറ്റൊരു കൂളിംഗ് ഗ്ലാസ് കൊണ്ടും കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് കാണുമ്പോഴത്തേക്ക് സച്ചിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം തന്നെ ഓർക്കുന്ന കൊടുത്തതിന് തൻ്റെ ഭാര്യയും കൂടി ഓർത്തില്ല. അങ്ങനെ സച്ചി വളരെ സന്തോഷത്തോടെ തന്നെ ഈ കൂളിംഗ് ഗ്ലാസ് മേടിക്കുന്നുണ്ട്. അതിനുശേഷം നീലിമയോട് പറയണം, ഞാനൊരു കൂളിംഗ് ഗ്ലാസ് വെച്ചിട്ടൊരു ഫോട്ടോ മേഡം എടുക്കുമോ എന്ന് ചോദിക്കുമ്പം നീലിമ ഫോട്ടോയൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട്. പെട്ടെന്ന് സച്ചി പറയാം, എന്തായാലും മേഡം എൻ്റെ കൂടെ ഒന്നൊരു സെൽഫിയും കൂടെ എടുക്കാമോ, ഈ ഒരു കൂളിംഗ് ഗ്ലാസ് എന്നത് മേഡാണെന്ന് അറിഞ്ഞാൽ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാവും, മേഡത്തിനൊന്ന് കാണിച്ചു കൊടുക്കാനും കൂടിയാണെന്ന് പറഞ്ഞുകൊണ്ട് ഇരുവരും കൂടി സെൽഫി എടുക്കുന്ന ആ ഒരു ഭാഗത്തോടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.